പറയാനറിയാവുന്ന ആരെങ്കിലും വേണ്ടേ? പിണറായി സഭയാണെങ്കിൽ നനഞ്ഞ കോഴി പോലിരിക്കുക അവിടെ, മനസ്സിലായില്ല, വെള്ളത്തിൽ വിട പോലെ ഒന്നും പെടുന്നില്ല. നമസ്കാരം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നിയമസഭയിൽ കോഴി വസന്തമായിരുന്നു. കാട്ടുകോഴി, കടൽക്കോഴി, പൂവൻ കോഴി, കാടക്കോഴി എന്ന് വേണ്ട കിഴവൻ കോഴികൾ വരെ ഉണ്ടായിരുന്നു. അങ്കവാലും പൂഞ്ചിറകം കാണിച്ച് എന്തൊക്കെ അഭ്യാസങ്ങളായിരുന്നു അവർ കാണിച്ചത്. ഇപ്പോഴത്തെ സഭയിൽ ഒരു പുതിയ ഇനം കോഴി എത്തിയിട്ടുണ്ട്. ആ കോഴിയെ പരിചയപ്പെടുത്തുന്നത് വർഗവഞ്ചകനായ ജി സുധാകരനാണ്. നനഞ്ഞ കോഴി. ആ നനഞ്ഞ കോഴിക്ക് പ്രായം 82. സ്വയം ചികയാനോ ചിക്കിച്ചികഞ്ഞ് ഇട്ടുകൊടുക്കാനോ ആവതില്ലാത്ത കോഴിയാണത്. നനഞ്ഞ കോഴിയാണെങ്കിലും ആ ചിറകിനടിയിൽ മക്കളെ പൊന്നുപോലെ സൂക്ഷിക്കുന്നുണ്ട്. കവി കടമ്മനിട്ടയുടെ കോഴിയെപ്പോലെ ഒരു പ്രായം കഴിയുമ്പോൾ കൊത്തിമാറ്റുന്ന പരിപാടിയില്ല. കടമ്മനിട്ടയുടെ തള്ളക്കോഴി പറഞ്ഞത്, എന്നും എൻ്റെ ചിറകിൻ്റെ കീഴിൽ നിന്നു നിൻ്റെ വയറു നിറയ്ക്കാം എന്ന് തോന്നുന്ന തോന്നലു വേണ്ട, നിൻ്റെ ജീവിതം നിൻ കാര്യം മാത്രം എന്നായിരുന്നു. ഇപ്പോൾ സഭയിലിരിക്കുന്ന നനഞ്ഞ കോഴിയും മക്കളോട് ഇങ്ങനെ ഉപദേശിച്ചിരുന്നെങ്കിൽ ഈ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. തൻ്റെ പാർട്ടി നിയമസഭയിൽ പല്ലും കോത്തും മുട്ടും മടക്കിയിരിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് ജി സുധാകരനെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നത്. ഈ കാഴ്ചകൾ കാണുമ്പോൾ സുധാകരൻ സാറിന് മാത്രമല്ല എല്ലാവർക്കും സങ്കടം തോന്നും. കഴിഞ്ഞ ദിവസം സഭയിൽ വി.ഡി. സതീശൻ നടത്തിയ പ്രസംഗവും അതിനോട് പ്രതിപക്ഷം കാണിച്ച നനഞ്ഞ സമീപനവുമാണ് സുധാകരനെ കൊണ്ട് ഇത് പറയിപ്പിച്ചത്. എനിക്ക് എഴുന്നേറ്റ് മറുപടി പറയണമെന്നുണ്ടായിരുന്നു ഭരണപക്ഷത്തോട്, പക്ഷേ പറ്റില്ലല്ലോ. വി.ഡി. സതീശൻ പ്രതിപക്ഷത്തെ വലിച്ചു കീറിയിട്ടും ഒറ്റയൊരുത്തനും അനങ്ങിയില്ലത്രേ. കഴിഞ്ഞ സഭയിലായിരുന്നെങ്കിൽ എന്തൊരു ചാടിയെഴുന്നേൽപ്പായിരുന്നു. ഇത്തവണ പൊങ്ങിയില്ല മേലോട്ടൊരുത്തനും. എങ്ങനെ പൊങ്ങാനാണ്? വലിച്ചു പൊക്കിയാൽ പോലും പൊങ്ങാത്ത പ്രായമാണ് പ്രതിപക്ഷ നേതാവിന്. കൂടെ ഇരിക്കുന്ന ബാക്കി 34 എണ്ണത്തിന് എന്തെങ്കിലും കഴകത്തുണ്ടായിട്ട് വേണ്ടേ ചാടി എഴുന്നേൽക്കാൻ. തെറി പറയാനോ ഭീഷണിപ്പെടുത്താനോ ആക്ഷേപിക്കാനോ ആണെങ്കിൽ അവർ റെഡിയാണ്. മകളെപ്പറ്റി വല്ലതും പറഞ്ഞു നോക്ക്, പിണറായി വിജയൻ പൊങ്ങുമോ ഇല്ലയോ എന്നറിയാം. എഴുന്നേറ്റ് അപ്പോൾ തന്നെ കൈമലർത്തി കാണിക്കും. ശുദ്ധമായ കൈകൾ. മടിക്കുത്ത് വേണമെങ്കിൽ അഴിച്ചും കാണിക്കും. സുധാകരൻ പറയുന്നത് ഐസക് സഭയിലുണ്ടായിരുന്നെങ്കിൽ ജൂബായുടെ 2 പോക്കറ്റിലും കൈയിട്ട് മണ്ടത്തരമാണെങ്കിലും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമെന്നാണ്. 2 രൂപയുടെ പാക്കറ്റിലും കൈയിട്ട് ഐസക് കുറേയൊക്കെ പറയുമായിരുന്നു, മനസ്സിലായില്ല. മേൽക്കൈ അപ്പോഴും പ്രതിപക്ഷത്തിനാണെങ്കിലും ഐസക് ഇതൊക്കെ പറഞ്ഞു നിൽക്കും. അതുമില്ല, മിണ്ടാട്ടമില്ല. എന്തിനാണ് സത്യത്തിൽ ഐസക് പോക്കറ്റിൽ കൈയിടുന്നത്? ഒരു പോക്കറ്റിൽ കിഫ്ബി ഉണ്ട്, മറ്റേ പോക്കറ്റിൽ മസാല ബോണ്ടയും. പിണറായി സഖാവാണെങ്കിൽ നനഞ്ഞ കോഴി. ബാലഗോപാലനാണെങ്കിൽ സംസാരിക്കാനും അറിയില്ല. സജി ചെറിയാന് അഗാധമായ പഠിത്തമാണ്. സദാസമയവും ഹെഡ്സെറ്റും വെച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ഇരിപ്പ്. ധവളപത്രത്തെപ്പറ്റി പഠിച്ചു വന്നിട്ട് നമുക്ക് കൂടുതൽ സംസാരിക്കാമെന്ന് പറഞ്ഞു പോയ 2 പേരെ കാണാനില്ല. അലൻ ജോസ് പെരേരയും ആറാട്ടണനും എന്ന പോലെ അവർ ഇടനാഴിയിൽ നിന്ന് സൊള്ളുന്നത് നമ്മൾ കണ്ടതാണ്. റിയാസും ജനീഷും. ടീച്ചറമ്മ ഉറങ്ങുന്നില്ല സാർ, ഉറങ്ങുന്നില്ല എന്ന നാടകത്തിന് ശേഷം പുതിയ നാടകമൊന്നും ജനീഷ് എഴുതിയിട്ടില്ല. ടീച്ചറമ്മയ്ക്ക് ഇപ്പോൾ ഉറങ്ങാൻ ഇഷ്ടം പോലെ സമയവുമുണ്ട്. ജനീഷിനാണെങ്കിൽ വന്ദേ മാതരവും വന്ദേ ഭാരതും തമ്മിൽ തെറ്റിപ്പോകും. ധവളപത്രവും ദേശാഭിമാനി പത്രവും തമ്മിൽ മാറിപ്പോകുമോ എന്തോ. കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ എന്തൊക്കെ വാഴ്ത്തുപാട്ടുകളും അപരനാമധേയങ്ങളുമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. എന്തൊക്കെ ചെല്ലപ്പേരിലും വാഴ്ത്തുപാട്ടിലും സ്തുതിഗീതങ്ങളിലുമാണ് അറിയപ്പെട്ടത്. ഇപ്പോൾ വാഴ്ത്തുപാട്ട് സംഘങ്ങളൊന്നും തന്നെ പുതിയ പേരിടുന്നില്ല. പകരം സുധാകരനൊന്ന് ചാർത്തി കൊടുത്തു, നനഞ്ഞ കോഴി. വീണ ജോർജ് പാടിപ്പുകഴ്ത്തിയ ആ കപ്പലും കപ്പിത്താനും ഇപ്പോൾ അടിത്തട്ടിൽ അടിഞ്ഞു കിടക്കുകയാണ്. സുധാകരൻ്റെ ദുഃഖമാണ് ഇപ്പോൾ നാട്ടിലുള്ള ഒരുമാതിരിപ്പെട്ട സഖാക്കൾക്കെല്ലാം. മിണ്ടാട്ടമില്ല. എനിക്ക് സങ്കടം തോന്നി. അതിൽ പ്രതിപക്ഷം പറഞ്ഞ ഒരു കാര്യം ശരിയല്ലായിരുന്നു, എഴുതാറ്റത് ശരിയല്ലെന്ന് പറയണമെന്ന് തോന്നുന്നത് എനിക്ക് ആനന്ദന പറയുന്നത് ഞാൻ പറയാൻ പോയില്ല. ആ ടീച്ചർ സഭയിലുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു പറ്റിക്കുമായിരുന്നു. ടീച്ചറമ്മ ഇക്കാലം അത്രയും കരുതി പോന്നത് ഞാൻ എന്ത് കരഞ്ഞു പറഞ്ഞാലും ജനം അതെല്ലാം വിശ്വസിക്കുമെന്നാണ്. 3ാം തുടർഭരണം പ്രതീക്ഷിച്ചു വന്ന പിണറായി വിജയനും സെറ്റും ഇനിയും തുടർ പ്രതിപക്ഷമായി എത്ര കാലം സഭയിലുണ്ടാകുമെന്ന് ആർക്കറിയാം. CPI-ക്കാർ പറയുന്നത് പ്രതിപക്ഷ ഉപനേതാവിൻ്റെ സ്ഥാനം ഞങ്ങൾക്ക് തരണമെന്നാണ്. ഒരർത്ഥത്തിൽ ഈ നനഞ്ഞ കോഴിയെയും കൊണ്ട് ഇത് മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ലെന്ന് അവർക്ക് തന്നെ മനസ്സിലായി. അവരുടെ ഉപനേതാവായി വരാനിരിക്കുന്നത് ഉരപ്പ് രാജനാണ്. ഭരണത്തിലിരുന്ന് പിണറായി വിജയൻ കാണിച്ച എല്ലാവിധമായ നെറുകേടുകൾക്കും ഒത്താശ ചെയ്ത് വായടച്ചുപൂട്ടി കഴിഞ്ഞവരാണ് CPI-ക്കാർ. ജനദ്രോഹം അതിര് കടക്കുന്നുവെന്ന് ഒരിക്കൽ പോലും ആ പാർട്ടി CPM-നോട് പറഞ്ഞില്ല. സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്ന ഭാരതമാതാവിനെ കണ്ടപ്പോൾ മാത്രമാണ് അല്പമെങ്കിലും അവർക്ക് വീര്യമുണ്ടായത്. അതൊന്നും പക്ഷേ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല താനും.
നവകേരള സദസ്സിൻ്റെ ബസ്സിൽ കയറിയിരുന്ന് പോകുമ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിച്ചതച്ച രംഗങ്ങൾ ഈ CPI-ക്കാരും ആസ്വദിച്ചവരാണ്. ഇത്തരം നരനായാട്ട് നമുക്ക് പാടില്ല എന്ന് ഒരിക്കൽ പോലും ബിനോയ് വിശ്വം പറഞ്ഞില്ല. ആ ബസ്സിൽ കിടന്നങ്ങ് പുളയ്ക്കുകയായിരുന്നു CPI നേതാവും മന്ത്രിയുമായിരുന്ന P. രാജൻ. മോന്തായം വളഞ്ഞാൽ 64 വളയുമെന്ന അവസ്ഥയിലാണ് CPM ഇപ്പോൾ. പിണറായി നിവരാൻ കഴിയാത്ത തരത്തിൽ വളഞ്ഞു കഴിഞ്ഞു, അഥവാ ഈടിയാൽ വളയപ്പെട്ട് കഴിഞ്ഞു. കാലകേയൻ്റെ ക്രൂരന്മാരായ ഗോത്രഭടന്മാരെ പോലെ ED-യുടെ വാഹനത്തിനു ചുറ്റും പൊതിഞ്ഞു നിന്ന കമ്മ്യൂണിസ്റ്റ് കാലകേയന്മാർ കാട്ടിക്കൂട്ടിയ വിക്രിയകൾ എന്തൊക്കെയായിരുന്നു? അതും പാർട്ടിക്ക് വേണ്ടിയുള്ള ഒരു പ്രതിരോധമാണെന്നും ഇനിയും തുടരണമെന്നുമായിരുന്നു പിണറായി വിജയൻ്റെ ആഹ്വാനം. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പ്രതികളുമായി ബേക്കറി ജംഗ്ഷനിലെ വീടിൻ്റെ മുൻപിൽ പോലീസ് വാഹനം വന്നു. പ്രതികൾ തലകുമ്പിട്ട് തെളിവെടുപ്പിന് സഹകരിച്ചു. ഒറ്റയാൾ പോലും മുദ്രാവാക്യം വിളിക്കാനോ സ്വീകരിക്കാനോ അവിടെ കൂടിയില്ല. സഖാക്കൾക്കും കാര്യങ്ങൾ ഏതാണ്ടൊക്കെ മനസ്സിലായി തുടങ്ങി. നിലയില്ലാ കയത്തിൽ കിടന്ന് അതിൻ്റെ നേതൃത്വം കൈകാലിട്ടടിക്കുകയാണ്. അതിനിടയിൽ തങ്ങളെ മുക്കുകയല്ലാതെ പിടിച്ചു കയറ്റാൻ അവർക്ക് കഴിയില്ലെന്ന് അണികൾക്ക് മനസ്സിലായി തുടങ്ങി. G. സുധാകരൻ ഭരണപക്ഷത്തിൻ്റെ ആളാണെന്ന് നോക്കേണ്ട കാര്യമില്ല. ഈ പാർട്ടിയെ എങ്ങനെയെങ്കിലും നമുക്ക് സഭയിൽ രക്ഷിച്ചെടുക്കണം. നിയമസഭയിൽ കിടന്ന് ഈ പ്രതിപക്ഷം പിടഞ്ഞു ചാവുന്നത് കാണാനുള്ള മനസ്സില്ല. ആ പിന്നിലിരിക്കുന്ന സജി ചെറിയാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞതോർക്കുന്നു. കയർ കോൺക്ലേവ് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴായിരുന്നു ആ പ്രഖ്യാപനം. കേരളത്തിലെ കോൺഗ്രസിൽ കൂട്ട ആത്മഹത്യ നടക്കാൻ പോകുന്നു, എഴുതി വെച്ചോ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോഴിതാ ഒരു കയറിൽ പ്രതിപക്ഷം എല്ലാം കൂടി ഒന്നിച്ചു തൂങ്ങുന്ന അവസ്ഥയിലെത്തി. സത്യത്തിൽ ഇപ്പോഴാണ് പിണറായി മോഹൻലാലിന് ചൊല്ലിക്കൊടുത്ത ആ ശ്ലോകം സത്യമായത്. കൊപ്പരസ്ഥം ഗളം പിൻപേ എന്നോ മറ്റോ ആയിരുന്നു. പുറം കയ്യിലിരിക്കുന്ന ഒരു തുള്ളി പായസത്തിന് വേണ്ടി കയ്യിലിരിക്കുന്നത് മുഴുവൻ കമിഴ്ത്തി കളഞ്ഞ അവസ്ഥ. പിണറായി വിജയന് പ്രതിപക്ഷ നേതാവാകാൻ വേണ്ടി മറ്റുള്ളവരെ മുഴുവൻ കമിഴ്ത്തി കളഞ്ഞു. നനഞ്ഞ കോഴിക്കിന് ചിറകുണക്കണമെങ്കിൽ വെയിൽവെട്ടം വീഴുമ്പോൾ പുരപ്പുറത്ത് കയറി നിൽക്കേണ്ടി വരും.